ഏതായാലും ഒരു ഭാഗ്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മഴ കുറഞ്ഞെന്ന് വെച്ചാൽ മഴ കൂടിക്കൂടായി ഇല്ലല്ലോ, ഏത് നേരത്തും മഴ ശക്തിപ്പെടാം. ഈ പിണറായി വിജയൻ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കൊണ്ടൊക്കെ ബ്രീഫ് ചെയ്യും, അത് കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു ഇടപെടലില്ല എന്നുള്ളതാണ്. അതെ, വി ഡി സതീശൻ ഞാൻ പറയുന്നത് ഒരു ഭക്ഷണം ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാണ് അത്ര വലിയ അപരാധം. ഈ ആർഭാടെന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ കറിയുടെ എണ്ണം കൂടി അത് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളല്ല. ഏതായാലും ഒരു ഭാഗ്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹെലികോപ്റ്റർ ആവശ്യത്തിന് ഉപയോഗിക്കാം, ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് സ്വന്തം ആവശ്യത്തിനല്ല. അദ്ദേഹം പോയ സമയത്താണ് അദ്ദേഹത്തിന്റെ ഫാദറിനെ പോയി കണ്ടു, അദ്ദേഹം സീരിയസ് ആയി കിടക്കുമ്പോൾ പോയി കണ്ടു. ഏത് പോയി കാണുന്നതോ? ഏതാണ് പരിപാടി ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ഔദ്യോഗിക പരിപാടിക്ക് പോയപ്പോൾ ഭാര്യാപിതാവിനെ കണ്ടു. അതൊരു ഒരു മര്യാദയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുക തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയും. തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. പലയിടത്തും ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് ഡോക്സിസൈക്ലിൻ പോലുള്ള ടാബ്ലറ്റുകളില്ല. ഗുരുതരമായ എലിപ്പനി ഭീഷണി അത് കാരണം നിലനിൽക്കുന്നു. അത് വലിയ രീതിയിൽ പരാതി. ഏതായാലും ഞങ്ങളുടെ ആരോഗ്യവകുപ്പ് മരുന്ന് എത്തിക്കാത്തതുകൊണ്ട് ആർക്കും എലിപ്പനി വരില്ല, ഉറപ്പ് ഞാൻ നൽകും. പറയുന്നത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും വീട്ടുകളിൽ ഇത്തരത്തിൽ അമ്മായിയപ്പനെയും കാണാനുമായിട്ടൊക്കെ ഈ ഔദ്യോഗിക ഇത്തരത്തിൽ ഉപയോഗിക്കാമെന്ന്. ഇനി അങ്ങനത്തെ അല്ല ഞാൻ പറഞ്ഞത്. ഒരു ഒഫീഷ്യൽ പരിപാടിക്ക് പോയപ്പോൾ ഫാദറിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി കണ്ടു. അതിനെയൊക്കെ ഇങ്ങനെ വിമർശിക്കാൻ നിന്നാൽ അത് ഞാൻ പറഞ്ഞ് വിഷയ ദാരിദ്ര്യം ഇന്ന് പ്രതിപക്ഷത്തിനെ പിടികൂടിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ.